ഈ പ്രശ്നം പുറത്തു വന്നപ്പോൾ വലിയ തോതിൽ മുഖ്യമന്ത്രി നമ്മുടെ സമൂഹത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മാധ്യമങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുന്നതായി കണ്ടു. ചിലർ ദിവസങ്ങളോളം ഇതിനു വേണ്ടി സ്പേസ് മാറ്റിവെച്ചു. ദൃശ്യമാധ്യമങ്ങൾ പ്രത്യേകമായ രീതിയിൽ തന്നെ ആളുകളെ ക്ഷണിച്ചു വരുത്തി ചർച്ച ചെയ്യുന്ന നിലയുണ്ടായി. അങ്ങനെ സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് നമുക്കും ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. താങ്ക് യു. ഓർഡർ. ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ച നോട്ടീസിലെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേൽ ചർച്ചയാകാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ച് ചട്ടം 55 അനുസരിച്ചുള്ള ഉപക്ഷേപം 12 മണിക്ക് ചർച്ചയ്ക്കെടുക്കുന്നതാണ്. 2 മണിക്കൂറായിരിക്കും ചർച്ച. ഓർഡർ. ചട്ടം 50 പ്രകാരമുള്ള ചർച്ച നടത്തുന്ന കാര്യത്തിൽ 15ാമത് കേരള നിയമസഭ ഒരു സർവ്വകാല റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്നത്തേതുൾപ്പെടെ 14ാമത്തെ ചർച്ചയാണ് ഈ ചട്ടപ്രകാരം നടക്കുന്നത്. 1ാം കേരള നിയമസഭ മുതൽ 14ാം കേരള നിയമസഭ വരെ ആകെ 30 ചർച്ചകൾ മാത്രമാണ് ഈ ചട്ടപ്രകാരം കേരള നിയമസഭയിൽ നടന്നത്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു അപൂർവ നേട്ടമായി നമുക്ക് അഭിമാനിക്കാം. ഓർഡർ. കോളിംഗ് അറ്റൻഷൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 14ാമത്തെ അടിയന്തര പ്രമേയമാണ് ഇപ്പോൾ ചർച്ചയ്ക്കെടുക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു റെക്കോർഡ് കൂടി വരുന്നു. 1ാം സർക്കാർ മുതൽ 14ാം സർക്കാർ വരെ, 14ാമത്തെ നിയമസഭ വരെ, 1ാം നിയമസഭ മുതൽ 14ാം നിയമസഭ വരെ, അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലം വരെ മൊത്തം 30 അടിയന്തര പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം ഇതാ 14 അടിയന്തര പ്രമേയമാണ് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ റെക്കോർഡുണ്ട്. അത് യഥാർത്ഥത്തിൽ വളരെ പോസിറ്റീവായിട്ട് കാര്യമാണ്. സാധാരണ ഭരണപക്ഷം ഈ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയത്തിന് വഴങ്ങാറില്ല. വാക്കൗട്ടാണ് സ്ഥിരം രീതി. പക്ഷേ പ്രതിപക്ഷത്തെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രത്യാക്രമണം നടത്താൻ തങ്ങൾ തയ്യാറാണെന്നൊരു പ്രഖ്യാപനം കൂടിയാണ് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് അനുവദിക്കുന്നതിലൂടെ ഭരണപക്ഷം നൽകുന്നത്. ഇത് 14ാമത്തെ അടിയന്തര പ്രമേയമാണ് ഈ സർക്കാർ എടുക്കുന്നത്. ആ അർത്ഥത്തിൽ സർവകാല റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നതും ശ്രദ്ധേയമാണ്.